കുറ്റബോധം തോന്നേണ്ടത് ഇവിടെയാണ്. ബഹുമാനപ്പെട്ട ഇമാം ബുസൈരി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇൻ തതുലുഹാ ഖൈഫതൻ മിൻ ഹരിനാരിലാ, നരകാഗ്നിയുടെ അതികഠോരമായ ചൂട് ഭയന്നുകൊണ്ട് വിശുദ്ധ ഖുർആനിലെ വചനങ്ങൾ നീ പാരായണം ചെയ്യുന്നുവെങ്കിൽ ഉറപ്പാണ് കേട്ടോ, നരകത്തിന്റെ ചൂട്, നരകത്തിന്റെ തീയ് നിനക്ക് ആ ഖുർആനിലെ പാനപാത്രങ്ങളെ കൊണ്ട് അണച്ചു കളയാൻ സാധിക്കുന്നതാണ്. ശുദ്ധ ഖുർആൻ ഓതുന്തോറും നരകത്തിലെ തീ അണഞ്ഞുകൊണ്ടിരിക്കും. നിനക്ക് വേണ്ടി സജ്ജമാക്കപ്പെടുന്ന തീ അതണഞ്ഞുകൊണ്ടേയിരിക്കുമെന്നാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ ഇമാം ബുസൈരി റളിയല്ലാഹു അൻഹു പറഞ്ഞത്. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു തന്റെ അടുത്ത് ഒരാൾ വന്നിട്ട് പറയുന്നു, യാ അബാ അബ്ദുറഹ്മാൻ അറഅയ്ത റജുലൻ യഖറഉൽ ഖുർആന മൻഗൂസാ, ഖുർആൻ നേരെ തലകുത്തനെ പാരായണം ചെയ്യുന്ന ഒരാളുണ്ട്, ഉൽട്ടയായിട്ട് ഖുർആൻ പാരായണം ചെയ്യുന്ന ഒരാളുണ്ട്. അയാളെപ്പറ്റി എന്ന് പറഞ്ഞാൽ ഖുൽ അഊദു ബിറബ്ബിന്നാസ് മലിക്കിന്നാസ് ഇലാഹിന്നാസ് എന്നിങ്ങനെ പാരായണം ചെയ്യുന്നതിന് പകരം ഇലാഹിന്നാസ് മലിക്കിന്നാസ് ഖുൽ അഊദു ബിറബ്ബിന്നാസ് ഇങ്ങനെ പാരായണം ചെയ്യുന്ന ഒരാളുണ്ട്. ഇയാൾ ഖുർആനിനെ കളിയാക്കുകയാണ്. ഇതേക്കുറിച്ച് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദിനോട് ചോദിച്ചപ്പോ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് തങ്ങൾ പറഞ്ഞത് എന്താണെന്നറിയോ? അവിടുന്ന് പറഞ്ഞു, ദാലിക റജുലുൻ മൻഗൂസുൽ ഖൽബി, അവൻ ഹൃദയവും തലതിരിഞ്ഞവനാണ്, അവന് ശരിയായ ദിശാബോധമില്ല, സമചിത്തതയുള്ളവനല്ല, തലതിരിഞ്ഞ മനുഷ്യനാണ് അവനും എന്ന് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. ഖുർആൻ ഈ ഓർഡറിൽ തലകുത്തനെ അവിടുന്ന് ഇങ്ങോട്ട് എഴുതാൻ പാടില്ല, പഠിക്കാൻ പാടില്ല, പഠിപ്പിക്കാൻ പാടില്ല, വായിക്കാൻ പാടില്ല. അതേസമയം ആ പറഞ്ഞതിന്റെ അർത്ഥം താഴെ നിന്ന് മേലോട്ട് ഓതാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ആദ്യം ഖുൽ അഊദു ബിറബ്ബിന്നാസ് ഓതി പിന്നെ ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് ഓതാൻ പാടില്ല എന്നല്ല. അത് പണ്ഡിതന്മാർ ശരിക്കത് പറഞ്ഞ സ്ഥലത്ത് വിശദീകരിച്ചിട്ടുണ്ട്. മറിച്ച് ഒരു സൂറയിലെ തന്നെ ആയത്തുകൾ താഴ്ഭാഗത്തു നിന്ന് മേലോട്ട് ഓതുന്ന സിസ്റ്റം, അങ്ങനെ എഴുതുന്ന സിസ്റ്റം, അങ്ങനെ പഠിപ്പിക്കുന്ന സിസ്റ്റം, അതിനെയാണ് പണ്ഡിതന്മാര് വിമർശിച്ചത്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ ഓതണം. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദിന്റെ അടുത്ത് തന്നെ മറ്റൊരു കേസ് വരുന്നു. അത് ഞാൻ നേരത്തെ പറഞ്ഞ കേസാണ്. എന്തേ? ബഹുമാനപ്പെട്ടവരുടെ അടുത്ത് അതാ നന്നായി അലങ്കരിപ്പിക്കപ്പെട്ട കെട്ടിലും മട്ടിലും ഉണ്ടാക്കിയ ഒരു മുസ്ഹഫ് കൊണ്ടുവന്നു. വഖദ്ദുഹിബ, അതിൽ ശരിക്ക് സ്വർണത്തിന്റെ ഭാഗങ്ങളൊക്കെ വെച്ചിട്ട് സ്വർണ്ണ നിറമുള്ള, അതേ ആ വർണ്ണമുള്ള, സ്വർണത്തിന്റെ വർണ്ണമുള്ള നല്ല അലങ്കാരപ്പണികൾ നടന്നതായ ഒരു മുസ്ഹഫ് തന്റെ മുമ്പിലേക്ക് കൊണ്ടുവന്നപ്പം ബഹുമാനപ്പെട്ടവര് അതാ ഇത് കണ്ടപ്പോ ഉടനെ തന്നെ പറഞ്ഞു, നല്ലൊരു മുസ്ഹഫ് എന്ന് പറഞ്ഞ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദിന് കാണിച്ചു കൊടുത്തപ്പോൾ, അങ്ങനെ നമ്മൾ പലപ്പോഴും ഉണ്ട് അല്ലെ, ഭക്ഷണം കഴിക്കാനൊക്കെ പല വീടുകളിലും ചെല്ലുമ്പോൾ ഓരോരുത്തരും ഇങ്ങനെ അത്ഭുതത്തോടെ കൊണ്ടുവന്നിട്ട് മുസ്ഹഫ് കാണിച്ചു തരും. എന്തു സുന്ദരമായ മുസ്ഹഫ് ഉസ്താദേ. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് പറയാൻ, ഇന്ന ഹസന മാ സുയ്യിന ബിഹിൽ മുസ്ഹഫ് തിലാവതുഹു ബിൽ ഹഖ്, മുസ്ഹഫ് അലങ്കരിപ്പിക്കുന്നതിൽ ഏറ്റവും ചന്തമായ അലങ്കാരം മുറ പ്രകാരം അത് പാരായണം ചെയ്യലാണ്. ഇതൊന്നും ഇത്ര കോപ്പ് കൂട്ടിയിട്ടൊന്നും കാര്യമില്ല എന്ന് പറഞ്ഞാൽ ഇത് ബഹുമാനാണ്. മുസ്ഹഫിനെ ആദരിക്കണം, അതിന് നല്ല കെട്ടുമട്ടും ഉണ്ടാവണം, അതിനെ എതിർത്തതല്ല. പക്ഷേ ഇതിലേറെ പ്രധാനപ്പെട്ടത് മുറ പ്രകാരം ഇത് ഓതലാണ്. ഇതില്ലാതെ വെറുതെ ഇങ്ങനെ കാഴ്ചക്ക് വെച്ചതുകൊണ്ട് വലിയ കാര്യമില്ല. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യണം. ഉമ്മമാരെ, ഈ ശബ്ദം കേട്ട് നിങ്ങളുടെ ഉള്ളുണരണം. പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, ഉള്ളുണർന്നേ പറ്റൂ. ഒരു ദിവസം ഖുർആൻ ഓതാത്ത ഒരു ദിവസം ഉണ്ടാവരുത്. എന്നിട്ട് ഖുർആൻ ഓതൂല, സുബഹി നിസ്കരിക്കൂല, എന്നിട്ട് നമ്മൾ എന്തെങ്കിലും പരിപാടിക്ക് ഇറങ്ങി ആ പരിപാടി പരാജയത്തിലായാൽ പിന്നെ നമ്മൾ ഒരുപാട് അവലക്ഷണങ്ങൾ തേടി ഇങ്ങനെ നടക്കും. അവലക്ഷണങ്ങൾ തേടി നടക്കാൻ, എന്തേ ഇപ്പൊ ഇന്ന് എന്റെ കച്ചവടം ഒരു തുമ്പ് കിട്ടാതിരുന്നത്, എന്തേ എന്റെ പ്രശ്നങ്ങളൊക്കെ അവതാളത്തിലായത്, നമ്മൾ സ്വയം ഇങ്ങനെ ചർച്ച ചെയ്യാം. അപ്പൊ കൂട്ടുകാരനോട് ഇങ്ങനെ പങ്കുവെക്കുമ്പോ കൂട്ടുകാരനോട് പറയുന്നത് എന്താ? അതിനൊരു പ്രധാന കാരണമുണ്ട്. എന്താണ് ആ കാരണം എന്നറിയോ? ഇന്ന് നേരം വെളുത്തപ്പോ ഞാൻ കെണി കണ്ടത് മറ്റവനെയാണ് എന്ന് പറയും. നോക്ക് നിങ്ങൾ, ഒരു അന്ധവിശ്വാസം കടന്നു വരുന്ന കോലം. കെണി കണ്ടത് മറ്റവനെയാണ്.
അല്ലെങ്കിൽ പഞ്ചാംഗം തപ്പിയെടുത്ത് എവിടെയെങ്കിലും ദിവസത്തിന് വല്ല നഷ്ടമുണ്ടോ നോക്കാനുള്ള ശ്രമത്തിലാണ്. ഇതിന്റെ അർത്ഥം ദിവസത്തിന് നഷ്ടമുണ്ട് ഇല്ല എന്നൊന്നും പറയാനല്ല ഞാൻ ഈ വാക്ക് ഉപയോഗിച്ചത്. ഞാൻ പറഞ്ഞത് മർമ്മപ്രധാനമായ കാരണത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കുന്നില്ല, അത് പറയാൻ വേണ്ടി പറഞ്ഞതാ. അതിനുശേഷം ആലോചിച്ചാൽ മതി ഈ കാര്യങ്ങളൊക്കെ, അതിനുശേഷം ആലോചിച്ചാൽ മതി. പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള ഒരു കാര്യമാണ് അത്. അതിന്റെ ശേഷം ആലോചിച്ചാൽ മതി. ഞാൻ പറയുന്നത് ഏറ്റവും ആദ്യമായിട്ട് ആലോചിക്കേണ്ടത് ഇന്ന് സുബഹി നിസ്കരിച്ചിരുന്നോ? ഇതൊക്കെ പറഞ്ഞ് വാചാലനാകുന്ന വായാടിയോട് നീ ഇന്ന് സുബഹി നിസ്കരിച്ചോ ഇരുന്നോടോ എന്ന് ചോദിക്കുമ്പോ അയാൾ പറയുന്ന മറുപടി എന്താണില്ല. പിന്നെ നിന്റെ ജീവിതം അവതാളത്തിലാവാൻ എങ്ങോട്ടെങ്കിലും പോവണോ? മൻ സല്ല സുബ്ഹ ഫഹുവ ഫീ ദിമ്മത്തില്ലാഹ്. സുബഹി നിസ്കരിച്ചവനെ അള്ളാഹ് ഏറ്റെടുക്കുള്ളൂ, അവന്റെ സംരക്ഷണയെ അള്ളാഹ് ഏറ്റെടുത്തിട്ടുള്ളൂ. നിന്റെ ജീവിതം വഷളായിപ്പോയെങ്കിൽ, അവതാളത്തിൽ എത്തിപ്പെട്ടെങ്കിൽ അതിന്റെ കുറ്റക്കാരൻ നീ തന്നെയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഉമ്മമാരെ, പെങ്ങന്മാരെ, ഹൃദയത്തിന്റെ ഭാഷയിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, ഒന്നുണരുക. വിശുദ്ധ ഖുർആൻ പാരായണം ഒരു നിത്യശീലമാക്കി മാറ്റുക. അള്ളാഹു എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകട്ടെ. കുറച്ചെങ്കിലും, അതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ സുബഹിക്ക് തന്നെ എഴുന്നേറ്റിട്ട് കുറച്ച് പാരായണം ചെയ്യുകയാണെങ്കിൽ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, അതിന്റെ ഉള്ളറകൾ അറിയുന്ന ഒരാളും കൂടെയാണെങ്കിൽ അറിയാതെ ആ പാരായണത്തിലങ്ങ് ലയിച്ചു പോകും, ഉറപ്പാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ശരിക്ക് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരുപാട് ആയത്തുകൾ പാരായണം ചെയ്യാൻ, ഒരുപാട് സൂറകൾ പാരായണം ചെയ്യാൻ നമ്മുടെ മുമ്പിൽ കൃത്യമായ പ്രമാണങ്ങളുണ്ട്. വിശുദ്ധ ഖുർആനിലെ സൂറത്തു യാസീൻ ഓതുക. ഖുർആനിലെ യാസീൻ സൂറ പാരായണം ചെയ്താൽ എന്തുദ്ദേശം വെച്ച് നിങ്ങൾ ഓതിയോ അത് സാക്ഷാത്കരിക്കപ്പെടുമെന്ന് യാസീൻ ബിമാ ഖുരിഅ ലഹു സദഖ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കഴിഞ്ഞില്ല. അങ്ങനെ ഒരുപാട് സംഗതികൾ, എല്ലാറ്റിനും പ്രാധാന്യമുണ്ട്. ലൗ അൻസൽനാ ഹാദൽ ഖുർആൻ, അതുപോലെ തന്നെ സൂറത്തു തകാസുർ, ഇതിനൊക്കെ ബഹുമാനങ്ങൾ പറയാനുണ്ട്. ഞാൻ എല്ലാം കൂടെ പറഞ്ഞിട്ട് എനിക്ക് തോന്നുന്നില്ല എല്ലാവരും കൂടെ ഇത് ചെയ്യും. ഞാൻ ചെയ്യാൻ പറ്റുന്ന രണ്ടെണ്ണം പറയട്ടെ. ഇതെന്തിനാ പറയുന്നത്? ഈ വയലിൽ നിന്ന് മറ്റുള്ളതൊന്നും നിങ്ങൾ ചെയ്യണ്ടെന്നല്ല പറഞ്ഞ്, ഈ വയലിൽ നിന്ന് കേട്ടത് ജീവിതത്തിൽ പകർത്തോ നോക്കാനാണ്. ഒറ്റ കാര്യം, ഇശാ മഗ്രിബിന്റെ ഇടയിൽ വേണ്ട, രാത്രി വെളുക്കുന്നതിന്റെ മുമ്പ് എപ്പോഴെങ്കിലും, ഇശാ മഗ്രിബിന്റെ ഇടയിലായ വളരെ നന്നായി, ഒരു സൂറത്തുൽ വാഖിയയും ഒരു സൂറത്തുൽ മുൽക്കും, തബാറക്കയും ഇദാ വഖഅതയും ഒന്ന് ഓതാൻ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാർ, ഇതൊക്കെ ഓതി വരുന്ന ഉമ്മമാര് കൂട്ടത്തിലുണ്ടാകും, അവരെ ഞാൻ അഭിനന്ദിക്കുകയാണ്. ചെറുപ്പക്കാരുണ്ടാകും, ഒരുപാട് സഹോദരന്മാർ. ഞാൻ ഇപ്പോഴും ആലോചിക്കുന്നു സൂറത്തുൽ വാഖിയയെക്കുറിച്ച്. അതാണ് ഖുർആൻ പ്രഭാഷണ സീഡികളിൽ ആദ്യമായിട്ട്, ആ സീരിയലിൽ ആദ്യമായിട്ട് ഇറങ്ങിയ പ്രഭാഷണ കാസറ്റ് സൂറത്തുൽ വാഖിയയായിരുന്നു. അതിന്റെ 19 സീഡികൾ. അത് കേട്ട ഒരു ചെറുപ്പക്കാരനോട് പറഞ്ഞു, ഉസ്താദെ 8 ലക്ഷം രൂപ കടമുണ്ടായിരുന്നു, ഞാൻ അള്ളാഹുവിന്റെ റസൂലിന്റെ വാക്ക് വിശ്വസിച്ച് ദാരിദ്ര്യം വരൂല, പ്രയാസങ്ങൾ തീരും, സൂറത്തുൽ വാഖിയ ഓതിയാൽ നിയ്യത്താക്കിയിട്ട് ഞാനങ്ങ് ഓതി, 1 കൊല്ലം കൊണ്ട് എന്റെ കട എങ്ങനെയാ വീഡിയോ നിന്ന് ഇപ്പോഴും നിങ്ങളോട് പറയാൻ വയ്യ, എങ്ങനെയാണെന്ന് എനിക്കെന്നെ അറിഞ്ഞുകൂടാന്ന് പറഞ്ഞു അദ്ദേഹം. ഒരുപാട് ആളുകൾ നമ്മുടെ ശബ്ദം കേട്ട് നന്നാകുന്നു. അതൊക്കെ കേൾക്കുമ്പോ പലപ്പോഴും ഒറ്റക്കിരുന്നെന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ വല്ലാതെ വിഷമിച്ചു പോകാറുണ്ട്. പടച്ചവനെ നാളെ പരലോകത്ത് ചെല്ലുമ്പോ കേവലം ഒരു വായാടിയായി ചുരുട്ടിപ്പിടിച്ച് പടച്ചറബ് എറിഞ്ഞു പോകുമെന്ന് പേടിയുണ്ട്. കാരണം നല്ലവരായ മനുഷ്യന്മാരുടെ കൽബുകൾ മാറുന്നു. മോമിനീങ്ങൾക്ക് വയറ് കേൾക്കുമ്പോ പെട്ടെന്ന് മാറ്റം കൊടുങ്ങുന്നു. പ്രിയപ്പെട്ട ഉമ്മമാരെ, നിങ്ങൾ എന്നും സൂറത്തുൽ വാഖിയ പാരായണം ചെയ്താൽ, മൻ ഖറഅ സൂറത്തുൽ വാഖിയ ഫീ കുല്ലി ലൈല, എല്ലാ രാത്രിയിലും സൂറത്തുൽ വാഖിയ പാരായണം ചെയ്താൽ ലം തുസിബുഹു ഫാഖത്തുൻ അബദാ, അയാൾക്ക് ഒരിക്കലും ദാരിദ്ര്യം അയാളെ തൊട്ടു തീണ്ടുകയില്ല. ബഹുമാനപ്പെട്ട ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി. ഈ ധൈര്യമാണ് പ്രിയപ്പെട്ട കൂട്ടുകാരെ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് തങ്ങൾക്കുണ്ടായിരുന്നത്. എത്രയോ തവണ ഇന്ന് നമ്മൾ പരാമർശിക്കപ്പെട്ട ഒരു പേരാണ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ്. വലിയ ഒരു ആകാര വലിപ്പമുള്ള മനുഷ്യനായിരുന്നില്ല. നമ്മളിൽ ഒരാൾ ഇരുന്നാൽ എത്ര വലിപ്പാണോ ഉള്ളത്, അതായിരുന്നു അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ്. എഴുന്നേറ്റ് നിന്നാലുള്ള വലിപ്പം, ഒരു കുറിയ വലിയ മനുഷ്യൻ. അങ്ങനെ പല മനുഷ്യന്മാരുണ്ടാകാറുണ്ട്, ചെറിയ വലിയ മനുഷ്യന്മാര്.
ആ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. ആ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ബഹുമാനപ്പെട്ടവർ രോഗത്തിലായി കിടക്കുമ്പോ അതാ വരുന്നു ബഹുമാനപ്പെട്ടവരുടെ അടുത്ത്. ആരാണ് വരുന്നതെന്നറിയോ? രോഗത്തിലായി കിടക്കുമ്പോ അമീറുൽ മോമിനീൻ വന്നിട്ട് ചോദിക്കുന്ന, അതാ നിങ്ങൾ അവസാനമായി മരിക്കാൻ പോകുന്ന സമയാണ്, ഉത്കടമായ അന്ത്യാഭിലാഷങ്ങൾ വല്ലതുമുണ്ടെങ്കിൽ എന്നെ അറിയിക്കണമെന്ന് പറഞ്ഞപ്പോ അവിടുന്ന് പറഞ്ഞു, ഒറ്റ ആഗ്രഹമേ നിങ്ങൾക്ക്, എന്താണ് നിങ്ങളുടെ മോഹം എന്ന് ചോദിച്ചപ്പോ അതാ അവിടുന്ന് പറയുന്നു, ഒറ്റ മോഹേ ഉള്ളൂ, എന്റെ റബ്ബന്റെ പാപം പുറത്തു തരണം എന്ന ഒരൊറ്റ മോഹം. ആദ്യം ചോദിച്ചത് നിങ്ങൾക്ക് വല്ല സങ്കടവും പറയാനുണ്ടോന്നാ, മാ തെസ്തക്കി, നിങ്ങൾക്ക് വല്ല ശിക്കായത്തും പറയാനുണ്ടോ, കേസ് പറയാനുണ്ടെങ്കിൽ പറയാം, സാധിപ്പിച്ചു തരാമെന്ന് അമീറുൽ മോമിനീൻ പറയുമ്പോ അതേ ഒറ്റ കേസേ പറയാനുള്ളൂ, ദുനൂബി, എന്റെ പാപങ്ങളെ കുറിച്ചുള്ള സങ്കടമാ പറയാനുള്ളത്. അതെ, അതാണ് സങ്കടം. ഞാൻ ചോദിച്ചിടത്തേക്ക് നിങ്ങൾ എത്തിയിട്ടില്ല. വല്ല മോഹവുമുണ്ടോ? ഞാൻ ചോദിച്ചത് തിരിഞ്ഞില്ല എന്ന് തോന്നുന്നു. മാ തസ്തഹി, നിങ്ങളുടെ ഷഹുവത്ത്, താൽപര്യം, മോഹം, അന്ത്യാഭിലാഷം എന്നെ ഒന്ന് അറിയിക്കാമോ? ആ സമയത്ത് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് പറയുന്നു, മഗ്ഫിറത്ത റബ്ബി, ഞാൻ എന്റെ റബ്ബിന്റെ മഗ്ഫിറത്ത് മാത്രമാണ് മോഹിക്കുന്നത്. വല്ല അന്ത്യാഭിലാഷവും ഉണ്ടെങ്കിൽ എന്റെ റബ്ബ് എനിക്ക് പുറത്തു തരണം എന്നൊരൊറ്റ മോഹമേ ഉള്ളൂ. അപ്പോഴും അമീറുൽ മോമിനീൻ വിചാരിച്ചിടത്തേക്ക് എത്തിയില്ല. അവസാനം തുറന്നങ്ങ് ചോദിച്ചു, ഞാൻ ഇതൊന്നുമല്ല ചോദിച്ചത്, അതൊക്കെ റബ്ബ് നടത്തേണ്ട കാര്യങ്ങളാണ്. നിങ്ങൾക്ക് വല്ല സാമ്പത്തിക സഹായവും വേണമെങ്കിൽ പൊതുഖജനാവിൽ നിന്ന് നിങ്ങൾക്ക് അനുവദിച്ചു തരാൻ വകുപ്പുണ്ട്, ചോദിക്കൂ, വല്ല പ്രയാസവുമുണ്ടോ? അവിടുന്ന് ചോദിക്കുന്നു, മരിക്കാൻ പോകുന്ന എനിക്കെന്തു പ്രയാസമാണ് അമീറുൽ മോമിനീൻ, നിങ്ങളെന്തായി പറയുന്നത്? എനിക്ക് സാമ്പത്തിക നഷ്ടങ്ങളെക്കുറിച്ച് ഞാൻ ആലോചിക്കണോ? ശരി, നിങ്ങൾക്ക് വേണ്ട, ആൺമക്കളില്ലാതെ വെറും പെൺമക്കളെ മാത്രം ബാക്കി വെച്ചു പോകുന്ന നിങ്ങൾക്ക് അവർക്ക് ജീവിക്കാനുള്ള ഒരു സാമ്പത്തികാസ്തി നിങ്ങൾ ഉപേക്ഷിച്ചല്ല പോകുന്നത്. ആ മക്കളുടെ കാര്യത്തിൽ ബേജാറില്ലേ? അവർക്ക് വേണ്ടി ഞാൻ വല്ലതും നൽകണമെങ്കിൽ നൽകാം. വല്ല പാരിതോഷികവും വേണോ മക്കൾക്ക് കൊടുക്കാൻ? ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് പറയാൻ, എന്റെ പെൺമക്കളുടെ കാര്യത്തിൽ നിങ്ങൾ ബേജാറാവണ്ട. കാരണം ഹബീബ് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, മൻ ഖറഅ സൂറത്തുൽ വാഖിയ ഫീ കുല്ലി ലൈലത്തിൻ ലം തുസിബുഹു ഫാഖത്തുൻ അബദാ, എല്ലാ രാത്രിയിലും സൂറത്തുൽ വാഖിയ പാരായണം ചെയ്താൽ അവനെ ദാരിദ്ര്യം ഒരിക്കലും പിടികൂടുകയില്ലെന്ന് പറയുന്നത് എന്റെ ഹബീബ് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്റെ കാര്യത്തിൽ നിങ്ങൾ ബേജാറാവണ്ട, അത് മരിക്കോട് ഓതുന്നയാളാ ഞാൻ. എന്റെ പെൺമക്കളോട് ഞാൻ ഇന്നുവരെ അത് ഓതാൻ കൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അവരത് തുടരുമെന്ന് എനിക്കറിയാം. അവർ തുടർന്നാൽ അവരുടെ ജീവിതത്തിന്റെ രണ്ടറ്റം മുട്ടിക്കാൻ, നല്ല അന്തസ്സിലും പത്രാസിലും നടക്കുന്നല്ലേ ഈ പറഞ്ഞത്, ജീവിതത്തിന്റെ രണ്ടറ്റം മുട്ടിക്കാൻ അവർ പ്രയാസപ്പെടൂല. ഒപ്പിച്ചു ജീവിക്കാൻ അവർക്ക് പറ്റും. അത് അവരറിയാത്ത മാർഗത്തിൽ അള്ളാഹു കയ്യിൽ കൊടുക്കും, യാതൊരു സംശയവും വേണ്ട. അവരങ്ങനെ ഓതുന്നില്ലെങ്കിൽ പിന്നെ അവർക്കത് വേണമെന്നില്ലല്ലോ. ഞാൻ പഠിപ്പിച്ചു കൊടുത്തതുകൊണ്ട് അവരത് ഓതും. അതുകൊണ്ട് അക്കാര്യത്തിൽ നിങ്ങൾ ബേജാറാവണ്ട എന്ന് പറയുന്നു അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. എന്റെ പ്രിയപ്പെട്ട സഹോദര, ഖൽബറിഞ്ഞ ഈമാനിന്റെ പ്രസക്തിയാണ്. ഈ ഖൽബറിഞ്ഞ ഈമാൻ മാത്രമാണ് ഇത്രയും നല്ല ഒരു വാക്ക് പറയാൻ, മറുപടി കൊടുക്കാൻ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദിന് ധൈര്യം പകർന്നത്. നമുക്കതുണ്ടോ? ആ സമയത്തൊക്കെ ആണെങ്കിൽ നമ്മൾ എന്തെല്ലാം ചോദിക്കും? ആലോചിക്കണം. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് യൗമുറു ബനാതിഹി യഖറഉന ബിഹാ കുല്ല ലൈല, എല്ലാ രാത്രിയിലും അത് ഓതാൻ കൽപ്പിച്ചിരുന്നു. ഇമാം ബൈഹഖി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം. അതുകൊണ്ട് ഈ ശബ്ദം കേട്ട ഉമ്മമാരോട്, ചെറുപ്പക്കാരോട് ഞാൻ പറയുന്നു, സൂറത്തുൽ വാഖിയ പാരായണം ചെയ്യാതെ ഒരൊറ്റ രാത്രിയും നിങ്ങൾക്ക് വെളുക്കാൻ പാടില്ല. എന്താ, കൂടുതൽ സമയം പിടിക്കൂല, ഒരു 5, 7, 8 മിനിറ്റ്. അതുകൊണ്ട് നിങ്ങൾക്ക് സൂറത്തുൽ വാഖിയ ഓതാം. എന്നിട്ടത് കഴിഞ്ഞിട്ട് അതാ തബാറക പാരായണം ചെയ്യുക. ഇത് രണ്ടും രണ്ട് പരിഹാരമാണ് ഇതിലൂടെ നിർദ്ദേശിക്കുന്നത്. 2 പ്രതിസന്ധികൾക്ക് പരിഹാരമാണ്. ഒന്ന്, ദുനിയാവിൽ വിഷമമുണ്ടാകൂല. സൂറത്തുൽ വാഖിയ ഓതിയാൽ ദുനിയാവിലെ കാര്യം സന്തോഷാകും. നമുക്ക് വേണ്ടത് തന്നെയാണല്ലോ, വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് നമുക്കത് തുടർന്ന് ഓതാം. പിന്നെയോ ആഖിറത്തിന്റെ കാര്യമാണ് വലിയ വിഷമം. അത് നാളെ പരലോകത്ത് ഏറ്റവും ഒന്നാമത്തെ വീട്, പ്രഥമ വീട്, അത് ഖബറാണ്.
ആ ഖബറിൽ ജയിച്ചവൻ മറ്റെല്ലായിടത്തും ജയിച്ചു. ഖബറിൽ ജയിച്ചവൻ എല്ലായിടത്തും ജയിച്ചു. ഖബറിൽ ജയിച്ചവൻ എല്ലായിടത്തും വിജയിച്ചു. ഖബറിൽ തോറ്റവൻ എല്ലായിടത്തും തോറ്റു. ഇതാണല്ലോ റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചത്. അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ, ഒന്നാം ഘട്ടം, പ്രഥമ വീട് ഖബറാണെന്ന് പഠിപ്പിച്ചെങ്കിൽ ഈ ഖബറിനെ കുറിച്ച് നമ്മൾ ആലോചിക്കണം. ഈ ഖബറിൽ അദാബിൽ നിന്ന് രക്ഷപ്പെടാൻ എന്തു മാർഗമുണ്ട്? രക്ഷപ്പെട്ട ബാക്കിയുള്ളതെല്ലാം സിമ്പിളാണ്. പക്ഷേ ഖബറിന്റെ അദാബിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താ മാർഗം? അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചു, സൂറത്തുൽ മുൽക്ക് എന്നും പാരായണം ചെയ്താൽ രക്ഷപ്പെടാൻ കഴിയും. മൻ ഖറഅ തബാറകല്ലദീ ബിയദിഹിൽ മുൽക്ക് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. സൂറത്തുൽ മുൽക്ക്, ഈ സൂറ ഒരാൾ പാരായണം ചെയ്താൽ, കുല്ല ലൈല, എല്ലാ രാത്രിയിലും പാരായണം ചെയ്താൽ, മനഅഹുല്ലാഹു ബിഹാ മിൻ അദാബിൽ ഖബർ, ഖബറിൽ അദാബിനെ തൊട്ട് അല്ലാഹു അദ്ദേഹത്തെ തടയുന്നതാണ്. ഖബറിൽ അദാബില്ല എന്ന് വന്നാൽ എല്ലാം എളുപ്പമായി. ഇനി ഞാൻ ചോദിക്കട്ടെ ഉമ്മമാരെ, ദുന്യാവും ആഖിറവും സലാമത്താകാൻ രണ്ടു മാർഗം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുന്നു. സൂറത്തുൽ വാഖിയ ഓദിക്കോ, സൂറത്തുൽ മുൽക്ക് ഓദിക്കോ. രണ്ടും കൂടെ ഓതാൻ ഒരു 1/4 മണിക്കൂർ സമയം, ഒരു 15 മിനിറ്റ് സമയം അള്ളാഹുവിന്റെ ഖുർആനിന് വേണ്ടി നിങ്ങൾക്ക് നീക്കിവെച്ചൂടെ? ഒരു മാസം പാരായണം ചെയ്താൽ 2 അധ്യായങ്ങളും നിങ്ങൾക്ക് മനഃപ്പാഠമാകും. ബഹുമാനപ്പെട്ട സഹാബത്ത് പറയുന്നു, കുന്നാ ഫീ അഹദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നുസമ്മീഹൽ മാനിയ. ഞങ്ങൾ തബാറക എന്ന അധ്യായത്തിന് ഞങ്ങൾ പേര് വിളിച്ചിരുന്നു അൽ മാനിയ. ഇത് റസൂലുള്ള പഠിപ്പിച്ച പേരാണ്. മറ്റൊരു ഹദീസിൽ കാണാം മുൻസിയ, മാനിയ, രക്ഷിക്കുന്ന അധ്യായം, രക്ഷിക്കുന്ന അധ്യായം, പ്രതിരോധം സൃഷ്ടിക്കുന്ന അധ്യായം. അൽ മാനിയ, അൽ മുൻസിയ, ഖബർ ശിക്ഷ പ്രതിരോധിക്കുന്ന അധ്യായം എന്ന് ഞങ്ങൾ പേരിട്ട് വിളിച്ചിരുന്നു ഇതിനെ. ബഹുമാനപ്പെട്ട സഹാബ കിറാം റളിയല്ലാഹു അൻഹും പറയാൻ. ഇനി ഞാൻ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാർക്ക് വേണ്ടി, അതുപോലെ തന്നെ സഹോദരന്മാർക്കും ഇത് നടപ്പാക്കാം, നമ്മുടെ ജീവിതത്തിൽ പുലർത്താൻ കഴിയും. ഞാൻ പറയുന്നു, ഉമ്മമാരിത് ശ്രദ്ധിക്കണം. സഹോദരന്മാർ പലപ്പോഴും ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ അത് കിട്ടാറുണ്ട്. ഉമ്മമാര് പലപ്പോഴും ദിക്റും ദുആഉം ഒന്നും നടത്താതെ എഴുന്നേറ്റങ്ങ് പോകുന്ന ശീലമുണ്ടാകരുത്. ഏറ്റവും ചുരുങ്ങിയത് ഞാൻ പറയുന്നു, ദിക്റ് വേണം, ദുആ വേണം. സുബ്ഹാനല്ലാഹ് 33 വട്ടം, അൽഹംദുലില്ലാഹ് 33 വട്ടം, അല്ലാഹു അക്ബർ 33 വട്ടം. ഇതൊക്കെ നമ്മൾ ചൊല്ലണം. അതോടൊപ്പം എത്ര തിരക്കുണ്ടെങ്കിലും ഒരു നിസ്കാരം കഴിഞ്ഞ് എന്തെങ്കിലും കാരണവശാൽ പെട്ടെന്ന് എഴുന്നേറ്റ് പോകേണ്ടി വന്നു എന്ന് വെക്കുക. സുഹൃത്തുക്കളോട് പറയട്ടെ, ബസ് വരുന്നുണ്ട് നിസ്കാരം കഴിഞ്ഞപ്പോ, ഇതിന് പോയില്ലെങ്കിൽ ഇനി ബസ്സില്ല, പോകുന്നെ വേണമല്ലോ. ആ സമയത്ത് പോകുമ്പോഴൊക്കെ നമുക്ക് ആ ദിക്റ് ചെല്ലാം. എന്നാൽ ഒരിക്കലും മറന്നു പോകല്ല. എത്ര തിരക്ക് പിടിച്ചാലും ഒരു നിസ്കാരം കഴിഞ്ഞാലുടനെ അടുത്ത നിസ്കാരത്തിന്റെ ഇടയില് ഒരായത്തുൽ കുർസി ഓതിയാൽ, ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്, സ്വഹീഹ് മുസ്ലിമിലെ ഹദീസാണ്. ഇനി ഈ കാര്യത്തിൽ ഒരാൾക്ക് പേടിക്കാനില്ല. ധൈര്യം ായിട്ട് അയാൾക്ക് ഇബാദത്ത് ചെയ്യാവുന്നതാണ്. നബിതങ്ങൾ പറയുന്ന മൻ ഖറഅ ആയത്തുൽ കുർസി ഫീ ദുബുരി കുല്ലി സ്വലാത്തിൻ മക്തൂബാ. ഫർള് നിസ്കാരത്തിന്റെ പിറകിൽ ഒരാൾ അതാ എന്നും ആയത്തുൽ കുർസി പാരായണം ചെയ്യാണെങ്കിൽ ലം യംനഉഹു മിൻ ദുഖൂലിൽ ജന്നതി ഇല്ലാ അൻ യമൂത്. അതേ, അയാൾ സ്വർഗത്തിൽ കടക്കാനുള്ള താമസം മരണം മാത്രമാണ്. മരിച്ചാൽ മതി, ആ ഒരൊറ്റ തടസ്സേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ കടക്കാൻ മരണം മാത്രമാണ്. മരിച്ചാൽ പിന്നെ സ്വർഗത്തിലാണോ? മരിച്ചു കിട്ടിയാൽ സ്വർഗത്തിലെത്തി. ഇത്രയും ഉറപ്പായിട്ട് ഒരു കാര്യം പറയുമ്പോ, അള്ളാഹുവിന്റെ റസൂൽ ഒരു കാര്യം പറയുമ്പോ, നമ്മൾ എത്ര തിരക്കുണ്ടെങ്കിലും അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഖുദുഹു സിനതുൻ വലാ നൗം ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് എന്ന ആയത്തോതാൻ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മൾ മറന്നുപോകരുത്. ആയത്തുൽ കുർസി അത് മുഴുവൻ നമ്മൾ പാരായണം ചെയ്യണം.
ഇതിന് സമയം കാണണമെന്ന് എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോടും പെങ്ങന്മാരും അതുപോലെ തന്നെ സഹോദരന്മാരോടും സഹോദരിമാരോടും അഭ്യർത്ഥിക്കുകയാണ്. മറന്നുപോകാൻ പാടില്ല. ഇനി എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് സഹോദരന്മാരോട് പ്രത്യേകിച്ച് പറയുന്നു, ഉമ്മമാര് സുബഹി നിസ്കാരം കഴിഞ്ഞു, തഹജ്ജുദിന് എഴുന്നേൽക്കണം എന്ന് പറഞ്ഞു. സുബഹിയും കഴിഞ്ഞു, അതാ ഖുർആൻ പാരായണവും കഴിഞ്ഞു. നമ്മൾ റോട്ടിലിറങ്ങുകയാണ്, നാട്ടിലിറങ്ങുകയാണ്, അടുക്കളയിലേക്ക് നീങ്ങി, മുറ്റത്തേക്ക് നീങ്ങി, ഗാർഹിക വേലകളിൽ നിരതരായി എന്റെ ഉമ്മമാരെ, നിങ്ങൾ സഹോദരന്മാർ, നിങ്ങൾക്ക് അന്നമൊപ്പിക്കാൻ നാട് മുഴുവൻ ഓടി നടക്കുന്നു. വആഖറൂന യദ്രിബൂന ഫിൽ അർളി യബ്തഗൂന മിൻ ഫളില്ലാഹ് എന്ന് നേരത്തെ പറഞ്ഞതുപോലെ അന്നവും തേടി പരക്കം. ഇത് അല്ലാഹു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇബാദത്താണ്. ദിനചര്യകളുടെ കൂട്ടത്തിൽ പറയാതിരിക്കാൻ വയ്യ. ജോലിക്ക് പോകുമ്പോ, പണിയായുധങ്ങളേന്തി ജോലിക്ക് പോകുമ്പോൾ, പ്രിയപ്പെട്ട സഹോദര, നീ നിയ്യത്താക്കണം, എന്റെ കുടുംബത്തെ പോറ്റാനാണ്. ഹലാലായ മാർഗത്തിലേ ഇന്ന് ഞാൻ കച്ചവടം നടത്തൂ, ഹലാലായ മാർഗത്തിലേ ഞാൻ പണിയെടുക്കൂ, ഹലാലായ മാർഗത്തിലേ ഞാൻ സമ്പാദിക്കൂ, ഹലാലല്ലാത്ത 5 കാശ് പോലും ഞാൻ സമ്പാദിക്കില്ല. ഈ നിർബന്ധ ബുദ്ധിയോട് കൂടെ ആയിരിക്കണം വരേണ്ടത്. ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമർ റളിയല്ലാഹു അൻഹു പറയാൻ, സമരക്കളത്തിൽ നിന്ന് എന്റെ റൂഹ് അവസാനിക്കുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് 2 മലയിടുക്കുകളിൽ അള്ളാഹുവിന്റെ അന്നം തേടിക്കൊണ്ടിരിക്കുമ്പോ അന ബൈന ശുഅബതൈ റഹ്ലി അത്ലുബു മിൻ ഫളില്ലാഹ്, ആ അവസ്ഥയില് ഉപജീവന മാർഗം തേടുമ്പോൾ ഞാൻ മരിച്ചു പോകുന്നതാണ് എനിക്ക് നല്ലത്. കാരണം ഉപജീവന മാർഗത്തിനു വേണ്ടി നെട്ടോട്ടമോടുന്നത്, ഭൂമിയിൽ പരക്കം പായുന്നത്, വയലിൽ പണിയെടുക്കുന്ന കർഷകര്, റോട്ടിലൂടെ ഓടി നടക്കുന്ന കച്ചവടക്കാര്, അല്ലെങ്കിൽ പീടികയിൽ ഒതുങ്ങിക്കൂടി കച്ചവടം ചെയ്യുന്നവര്, പല നിലക്ക് അള്ളാഹു ഈ ഭൂമിയിൽ വിതറിയ അന്നം തേടി പുറപ്പെടുന്നവര്, ഇവർ നിസ്സാരരല്ല. എന്തുകൊണ്ട്? പടച്ച റബ്ബ് പറഞ്ഞു, വആഖറൂന യദ്രിബൂന ഫിൽ അർള് യബ്തഗൂന മിൻ ഫളില്ലാഹ്. ഈ ആയത്തോതിയിട്ടാണ് ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഈ കാര്യം പ്രഖ്യാപിച്ചത്. ഈ ആയത്തോതിയിട്ടാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, പണിക്ക് പോകുക എന്ന് പറഞ്ഞത് മോശപ്പെട്ട ഒരു പണിയല്ല, അള്ളാഹുവിന്റെ അടുത്ത് പ്രതിഫലാർഹമായ പണിയാണ്. പക്ഷേ നിയ്യത്ത് നന്നാക്കണം, ഹലാലായ മാർഗത്തിലായിരിക്കണം സമ്പാദ്യോ, ഹറാമായ മാർഗത്തിൽ സമ്പാദിക്കാൻ പാടില്ല. അതാ അബ്ദുല്ലാ റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് വെച്ച് ഒരിക്കൽ പറഞ്ഞു, ഒരാളുണ്ട്, അയാൾ ഇതേക്കുറിച്ച് പറഞ്ഞത് അള്ളാഹുവിനെ ആരാധിച്ചുകൊണ്ട് മൂലയിലിരുന്നാൽ അള്ളാഹു ഭക്ഷണം അങ്ങോട്ട് എത്തിക്കുമെന്നാണ് എന്ന് പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു പറഞ്ഞ മറുപടി എന്താണെന്നറിയോ നിങ്ങള്? ലൗ തഅബ്ബദ അന്നാസു ലഅതാഹുമുല്ലാഹു ബിർറിസ്ഖ് എന്ന് പറഞ്ഞപ്പോൾ അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ശരിയല്ലാതെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് 2 നിലക്ക് ഭക്ഷണം നൽകാറുണ്ട്. ചിലപ്പോൾ കാരണങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അധ്വാനിച്ച് കഷ്ടപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കും, ചിലപ്പോൾ കാരണങ്ങളുമായൊന്നും ബന്ധപ്പെടാതെ നിസ്കരിക്കുന്ന മെഹ്റാബിലേക്ക്, പ്രാർത്ഥനാമുറിയിലേക്ക് ഭക്ഷണം ഇറക്കി കൊടുക്കും. അതിന്റെ ഉദാഹരണമാണ് ബഹുമാനപ്പെട്ട ബീവി മറിയം റളിയല്ലാഹു അൻഹാ. അവരതിന്റെ ഉദാഹരണമാണ്. സബബുകൾ ഇല്ലാതെ കാര്യങ്ങൾ നടപ്പാക്കും, ചിലപ്പോൾ സബബുകളുമായി ബന്ധിച്ചിട്ടായിരിക്കും കാര്യങ്ങൾ നടപ്പാക്കുക. എല്ലാം സർവ മുദബ്ബിറായ റബ്ബ്, എല്ലാ നിലക്കും ലോകത്തെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന സർവ്വനിയന്താവായ റബ്ബ്, അവനാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് എന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടി ചിലപ്പോൾ കാരണങ്ങളില്ലാതെ കാര്യങ്ങൾ നടപ്പിലാക്കും, ചിലപ്പോൾ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടായിരിക്കും കാര്യങ്ങൾ നടപ്പിലാക്കുന്നത്. അതുകൊണ്ട് അധികവും കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാ നടക്കുന്നത് എന്നതുകൊണ്ട് ഇബാദത്തും ചെയ്തൊരു മൂലയിൽ ഇരുന്നൂടാ, മറിച്ച് അവൻ അധ്വാനിക്കണം. കാരണം എന്താ? അവൻ ഖുർആനിൽ പറഞ്ഞത് കണ്ടില്ലേ? അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു ചോദിക്കുക, എങ്ങനെയാണ് ആ മനുഷ്യൻ അത് പറഞ്ഞത്? ഇന്നല്ലാഹ ബത്തലന്നാസ ബിൽ മആസ്, ഉപജീവനം കൊണ്ട് അല്ലാഹു ജനങ്ങളെ പരീക്ഷിച്ചിരിക്കാൻ. ഉപജീവനം സംഘടിപ്പിക്കേണ്ട ബാധ്യത ജനങ്ങളുടെ പെരടിയിൽ അല്ലാഹു ഇട്ടുകൊടുത്തിരിക്കുന്നു. ഖാല തആല, പടച്ച റബ്ബ് പറഞ്ഞിട്ടില്ലേ, വആഖറൂന യദ്രിബൂന ഫിൽ അർളി യബ്തഗൂന മിൻ ഫളില്ലാഹ്.
റസൂലുള്ളാഹിയുടെ കാലത്ത് ഞങ്ങൾ ജീവിക്കുമ്പോൾ അബ്ദുള്ള റളിയല്ലാഹു അൻഹു പറയാൻ, ഞങ്ങൾ റസൂലുള്ളാഹിയുടെ കാലത്ത് ജീവിക്കുമ്പോൾ അന്ന് ഞങ്ങളുടെ കൂട്ടത്തിൽ ഖൗമുൽ ലഹും അംവാൽ, എത്രയോ മുതലുകളുള്ള ആളുകൾ ഉണ്ടായിരുന്നു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്, അബൂ അയ്യൂബിൻ അൻസാരി റളിയല്ലാഹു അൻഹു, അവരൊക്കെ മുതലാളിമാരാണ്. അബൂ അയ്യൂബിന് ലഹു ഹായിത്തു കദാ വഫുലാനുൻ വഫുലാനുൻ വആഖറൂന ലൈസ ലഹും കസീറു ഷൈ, ഇങ്ങനെ ഒന്നുമില്ലാത്തവരും കൂടുതലൊന്നുമില്ലാത്തവരും ധാരാളമുള്ളവരും ഒക്കെ സ്വഹാബത്തിന്റെ കൂട്ടത്തിലുണ്ടായിരുന്നു. അതുകൊണ്ട് അധ്വാനിക്കുന്നത് തെറ്റല്ല, സമ്പാദിക്കുന്നത് തെറ്റല്ല, ഹലാലായ മാർഗത്തിലാവണമെന്നു മാത്രം. മുഹാജിറുകളിലും അൻസാറുകളിലും സാധാരണക്കാരുണ്ടായിരുന്നു, ഇടത്തരക്കാരുണ്ടായിരുന്നു, ഉന്നത വിഭാഗങ്ങൾ ഉണ്ടായിരുന്നു. ഭൗതികമായ സുഖസൗകര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ബഹുമാനപ്പെട്ട അബ്ദുള്ള റളിയല്ലാഹു അൻഹു പരിചയപ്പെടുത്തുന്നു, ഇത് നമുക്കും പാഠമാണ്. വിശുദ്ധ ഖുർആൻ പറയുന്നു, ഫഇദാ ഖുദിയത്തിസ് സ്വലാത്തു ഫന്തശിറൂ ഫിൽ അർദ് വബ്തഗൂ മിൻ ഫളില്ലാഹി വദ്കുറുല്ലാഹ കസീറാ ലഅല്ലകും തുഫ്ലിഹൂൻ വഇദാ റഅൂ തിജാറതൻ ഔ ലഹ്വൻ ഫദ്ദൂ ഇലൈഹാ വതറകൂക ഖായിമാ قل ما عند الله خير من اللهو ومن التجارة والله خير الرازقين. സൂറത്തുൽ ജുമുഅയിലൂടെ പടച്ചറബ്ബ് എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുന്നു, നിസ്കാരം കഴിഞ്ഞാൽ ഫന്തശിറൂ ഫിൽ അർദ്, നിങ്ങൾ ഭൂമിയിൽ പരന്നിറങ്ങണം. എന്തിനാ ഭൂമിയിൽ പരന്നിറങ്ങാൻ കൽപ്പിച്ചത്? എല്ലാവരുടെയും അന്നം ഒരു വഴിക്കല്ല. മാർക്കറ്റിൽ, മത്സ്യ മാർക്കറ്റിൽ പോകേണ്ടവർ അതുമായിട്ട് പോകണം, മാംസ മാർക്കറ്റുമായി പോകേണ്ടവർ അതുമായിട്ട് പോകണം, ജ്വല്ലറി നടത്തേണ്ടവർ അത് നടത്തണം, ടെക്സ്റ്റൈൽസ് നടത്തേണ്ടവർ അത് നടത്തണം, കരിമ്പാറയുമായി മല്ലിടേണ്ടവർ, കോറികളുമായി പോകേണ്ടവർ അതുമായി പോകണം, മൺവെട്ടിയും എടുത്ത് നീങ്ങേണ്ടവർ അതുമായി നീങ്ങണം, പിക്കാസും ആയി എടുത്ത് നീങ്ങേണ്ടവർ അതും പക്ഷേ വെട്ടിപ്പിടിച്ച് അത് നിങ്ങൾ പിടുങ്ങാൻ പാടില്ല. അതുകൊണ്ടാണ് ദുനിയാവുണ്ടാക്കാൻ, സമ്പാദിക്കാൻ, ഉപജീവനമാർഗമൊപ്പിക്കാൻ അള്ളാഹു അനുമതി തരുമ്പോ, സർവവിധ സ്വാതന്ത്ര്യം നൽകുമ്പോ അള്ളാഹു ഒരു ഡിമാൻഡ് അവിടെ വെക്കുന്നുണ്ട്. നിരുപാധികമല്ല, സ്വാഭാവികമാണ്. വദ്കുറുല്ലാഹ കസീറാ ലഅല്ലകും തുഫ്ലിഹൂൻ. വദ്കുറുല്ലാഹ കസീറാ.